Hi all, it's me Habib Rahman and welcome back to Zod Online English Lessons. Today we're going to discuss restaurant language. നമ്മൾ സ്ഥിരമായിട്ട് സാധാരണഗതിയിൽ റെസ്റ്റോറൻറ്റിൽ പോകാറുണ്ട് അല്ലേ? റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ എപ്പോഴും ഉപയോഗിക്കേണ്ട രണ്ട് ഫ്രേസുകളുണ്ട്. മീൻസ് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഫ്രേസുകളിൽ ഒന്നാണ് വുഡ് ലൈക്ക്, മറ്റൊരു ഫ്രേസ് ക്യാൻ ഐ ഹാവ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഫ്രേസുകളെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, വുഡ് ലൈക്ക്. വുഡ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണ്ട് എന്നുള്ള മീനിങ് ആണ്. പക്ഷെ വുഡ് ലൈക്ക് എന്നുള്ളത് വാണ്ടിനേക്കാൾ പൊളൈറ്റ് ആണ്. വുഡ് ലൈക്ക് ഈസ് മോർ പൊളൈറ്റ് ദാൻ വാണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എപ്പോഴും പൊളൈറ്റ് വേർഡ്സുകളാണ് അവരുടെ സ്പീക്കിങ്ങിലും മറ്റുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുള്ളത്. ഇംഗ്ലീഷ് ഈസ് എ പൊളൈറ്റ് ലാംഗ്വേജ്. അപ്പോൾ വുഡ് ലൈക്ക് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്യുക എന്നുള്ളതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. I'd like a tea please. I would like an orange juice please. I would like a beef sandwich please. I would like a cheeseburger please. Which means I would like a sandwich please എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I want a sandwich എന്നാണ് അർത്ഥം. I would like എന്നുള്ളത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ ഷോർട്ടായിട്ട് പറയുന്നത് I'd like എന്നുള്ളതാണ്. I'd like a cup of tea please. I'd like a bottle of mineral water please. I'd like a beef biryani please. You understand? മറ്റൊരു ഫ്രേസ് ആണ് can I have എന്നുള്ളത്. Can I have or can we have എന്നുള്ളതും ഉപയോഗിക്കാറുണ്ട്. ഇതൊരു ക്വസ്റ്റ്യൻ രൂപത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിലും അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമുക്കൊരു സാധനം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. Look at some examples. Can I have the bill please? Can I have the menu please? അല്ലേ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് മെനു ആൻഡ് ബില്ലൊക്കെ അല്ലേ. അപ്പോൾ അത് എപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ചോദിക്കാറുള്ളത്. Can I have the bill please? Or can I have the menu please? നമ്മൾ വുഡിലേക്ക് ഉപയോഗിച്ചിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് can I have വെച്ചിട്ടും പറയാൻ പറ്റും. അപ്പോൾ can I have a bottle of Pepsi please? Can I have a cheeseburger please? Can I have a beef sandwich please? Can I have an orange juice please? ഈ രീതിയിൽ can I have or can we have വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മളോട് വെയിറ്റേഴ്സ് അല്ലെങ്കിൽ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് എയർ ഹോസ്റ്റസ് ഒക്കെ ഇങ്ങോട്ട് ചോദിക്കും നമുക്ക് വേണോ എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്രേസാണ് വുഡ് യു ലൈക്ക്. വുഡ് യു ലൈക്ക് മീൻസ് ഡു യു വാണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വുഡ് യു ലൈക്ക് എന്നുള്ളത് കുറച്ചും കൂടെ പൊളൈറ്റായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വുഡ് യു ലൈക്ക് ടീ ഓർ കോഫി പ്ലീസ്? നിങ്ങൾക്ക് ടീ ആണോ കോഫി ആണോ വേണ്ടത്? വുഡ് യു ലൈക്ക് ടു ഓർഡർ നൗ? നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്യുന്നുണ്ടോ? റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്യാണോ അപ്പോൾ ഓർഡർ ചെയ്യുന്നുണ്ടോ എന്ന രീതിയിൽ ചോദിക്കൂലേ? അതിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഏത്? വുഡ് യു ലൈക്ക് ടു ഓർഡർ നൗ. നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത് ആണെങ്കിൽ നമ്മൾ അതിന് മുമ്പിലൊരു വാട്ടർ ഇട്ട് കൊടുത്താൽ മതി. വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ്? നിങ്ങൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? ഓർ വാട്ട് വുഡ് യു ലൈക്ക് ടു ഡ്രിങ്ക്? നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ഇനി വേറെ എന്തെങ്കിലും വേണോ എന്നുള്ളതിന് ചോദിക്കുന്ന ഫ്രേസാണ് വുഡ് യു ലൈക്ക് എനിത്തിങ് എൽസ്? വുഡ് യു ലൈക്ക് എനിത്തിങ് എൽസ്? ഇത് പലപ്പോഴും ഷോർട്ടായിട്ട് എനിത്തിങ് എൽസ് എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. ദെൻ നിങ്ങൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്? ഹൗ വുഡ് യു ലൈക്ക് ടു പേ? ഹൗ വുഡ് യു ലൈക്ക് ടു പേ? നിങ്ങൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്? വുഡ് യു ലൈക്ക് ടു പേ ബൈ ക്യാഷ് ഓർ കാർഡ്? നിങ്ങൾ ക്യാഷ് ആയിട്ടാണോ കാർഡിലൂടെയാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലും ഈ ഫ്രേസസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഫ്രേസുകൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും ഒക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. സോ ഇഫ് യു വുഡ് ലൈക്ക് ടു വാച്ച് മോർ വീഡിയോസ്, please subscribe the channel and enable the bell button. Again, would like.
For more updates, youtube.com/ZodEDU.